പ്രേക്ഷകരെല്ലാം വളരെയധികം ആകാംക്ഷയോടെ ഇത്രയും കാലം കാത്തിരുന്ന ആടുജീവിതം എന്ന സിനിമ ദ ഗോഡ് ലൈഫ് ഇതായി ഇറങ്ങിയിരിക്കുകയാണ്. പൃഥ്വിരാജ് അഭിനയിക്കുന്നതായിട്ടുള്ള ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ബ്ലെസ്സിയാണ്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് AR റഹ്മാനാണ്. BGM ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം അഭിമാനമായിട്ടുള്ള റസൂൽ പൂക്കുട്ടിയാണ്. നജീബ് എന്ന ഒരു വ്യക്തിയുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ് ഈ ഒരു ഫിലിമിലൂടെ മുന്നോട്ട് കൊണ്ട് കാണിക്കുന്നത്. നമ്മുടെ പ്രേക്ഷകരെ എല്ലാം ഇതിൻ്റെ സ്റ്റോറി ലൈൻ ചെയ്തിരിക്കുന്നത്, അതായത് ഈ ഒരു ബുക്ക് നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആടുജീവിതം എന്ന ബുക്ക്, ബെന്യാമിൻ്റെ ആടുജീവിതം. അതിപ്പോൾ ഫിലിമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇപ്പോൾ ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തിയേറ്റർ റെസ്പോൺസ്, ഫസ്റ്റ് ഷോയുടെ തന്നെ തിയേറ്റർ റെസ്പോൺസ് എങ്ങനെയുണ്ടെന്നുള്ളതൊന്ന് ചോദിച്ചറിയാം. ഓക്കെ, ഇതിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ 16 വർഷത്തെ ഒരു യാത്രയുണ്ട് ഈ ഒരു സിനിമയുടെ പിന്നിൽ. അപ്പോൾ ആ 16 വർഷം ഒരു നടൻ ഈ ഒരു സിനിമയുടെ പിറകെ നടക്കുക എന്ന് പറയുമ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ആരെക്കൊണ്ടും സാധിക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ച് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു 16 വർഷത്തെ ഒരു ജേണി ഉണ്ട് ഈ സിനിമ. അപ്പം ബ്ലെസ്സി ആണെങ്കിലും AR റഹ്മാൻ ആണെങ്കിലും റസൂൽ പൂക്കുട്ടി ആണെങ്കിലും ഒരു ഇൻ്റർനാഷണൽ ക്രൂ ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പം പൃഥ്വിരാജ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിൽ ചേരുന്നു. ആ 16 വർഷത്തെ ട്രാവൽ തന്നെയാണ് അദ്ദേഹത്തിന് ആ പ്രൊജക്റ്റിനോട് കൊടുക്കാൻ പറ്റുന്ന ട്രിബ്യൂട്ടെന്ന് എനിക്ക് തോന്നുന്നു. വളരെ നല്ല രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. മലയാളം കണ്ട എക്കാലത്തെ ഒരു സർവൈവൽ ഡ്രാമയാണ് ചിത്രം. ഇതൊരു ആദ്യം ഓസ്കാർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ വിചാരിച്ചത് ഭയങ്കര തള്ളാണോ എന്നൊക്കെയുള്ള ഒരു ഫീൽ നമുക്ക് വന്നു. പക്ഷേ ഈ പടം കണ്ട ആർക്കും ഇതൊരു ഓസ്കാർ അവാർഡ് നോമിനേഷൻ നമുക്ക് അയക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട് മലയാളത്തിൽ. ജീവിക്കുക എന്ന് പറയണം, അഭിനയിക്കുകയല്ല ജീവിക്കുക എന്ന്. നജീബ് എന്ന് പറയുന്ന ക്യാരക്ടറായിട്ട് അദ്ദേഹം ജീവിച്ചു. കാരണം ഈ പടത്തിൻ്റെ റിയൽ ഹീറോ പൃഥ്വിരാജ് ആണെങ്കിൽ ഈ കഥയുടെ മെയിൻ ഹീറോ നജീബാണ്. നല്ല സിനിമയാണ്, അടിപൊളി പടമാണ്, ഒരു രക്ഷയില്ല, വേറെ ലെവല്. അടിപൊളി, എന്തെങ്കിലും ഒരു അവാർഡ് ഉറപ്പാണ്. അടിപൊളി മ്യൂസിക് അടിപൊളിയാണ്. ആ മ്യൂസിക്കിലാണ് പടം നിൽക്കുന്നത്. BGM നല്ല അടിപൊളിയാണ്. നല്ല പടം. പൃഥ്വിരാജ് നല്ല സൂപ്പർ ആക്ടിങ്, എല്ലാം നല്ല നാച്ചുറൽ, എല്ലാം അടിപൊളി. അല്ല, ബ്ലെസ്സിയുടെ പടമാണല്ലേ, അതുകൊണ്ട് നമ്മളെ ഒരു ഉള്ള ആവറേജ് ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ വരുന്നത്. പക്ഷേ അതേതെങ്കിലും നന്നാക്കാൻ കഴിഞ്ഞു ഈ പടത്തിൽ. നല്ല അഭിനയമാണ് പൃഥ്വിരാജ്. അതിനെ കൊണ്ടാണ് ഈ പടം ഇത്രയും ഇനി കൂടുതൽ വിജയിക്കുകയും ചെയ്യുന്നത്. നല്ല രീതിയിൽ അഭിനയിച്ചിരിക്കുക. അടിപൊളി അടിപൊളി. ഇതിൽ രക്ഷയില്ലാത്ത അഭിനയമാണ്. അടിപൊളിയാണ്, ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. അടിപൊളിയാണ്, സൂപ്പർ, അടിപൊളി സിനിമ, അടിപൊളി സിനിമ. പൃഥ്വിരാജിന് നാഷണൽ അവാർഡ് ഉറപ്പ്. നല്ല പടം, നല്ലതായിരുന്നു. അതെ, നല്ല സങ്കടമുള്ളതായിരുന്നു, പക്ഷെ നല്ല അടിപൊളിയായിരുന്നു സിനിമ. ഉണ്ട്, നല്ല രസമായിരുന്നു. റിയൽ ലൈഫ് സ്റ്റോറി തന്നെ, അതുപോലെ തന്നെ അഡാപ്റ്റ് ചെയ്താണല്ലോ. വളരെ നല്ലത്. നാഷണൽ അവാർഡ് ഉറപ്പ്. നജീബ് എന്ന് പറയുന്ന ആളുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണല്ലോ. അതെ, പൃഥ്വിരാജ് നന്നായിട്ട് ചെയ്തോ? ശരിക്കും ചെയ്തിട്ടുണ്ട്. ഇതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല. പടം കൊള്ളാം, അടിപൊളി, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. നല്ല ഫീൽ ഗുഡ് മൂവിയാണ്. സൂപ്പർ സൂപ്പർ, അടിപൊളി 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 സാധനം. അടിപൊളി പടം കൊള്ളാം. രാജുവേട്ടൻ ചുമ്മാ വിഷയം, അഭിനയം ഡയറക്ഷനും സീനായിട്ടുണ്ട്. അടിപൊളി സിനിമ. അതിൻ്റെ ഹാങ് ഓവർ ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. അതിനൊരു പ്രവാസിയാണ്, അതുകൊണ്ടാണ്. പ്രവാസിയാണ്. റിയലായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ആ ഒരു ഫീൽ ആയത് എനിക്കിപ്പോഴും ആ ഹാങ് ഓവറിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എപ്പോഴും ശരീരം കിടന്ന് വിറയ്ക്കുക, ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ഒരു സീനിലൊരു അതിൻ്റെ ഇത് വിട്ട് കളയുന്നില്ല, ഒരു ഡ്രസ്സ് ഊരി കളയുന്നുണ്ട് സീനിൽ. സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോകുന്നുള്ളതാണ്. താങ്ക് യു ചേട്ടാ.